ഇപ്പോൾ ഒരാള് പ്രൈമറി അമനോറിയ ലൈക് കംപ്ലൈൻസ് ഓഫ് പ്രൈമറി അമനോറിയ ആയിട്ട് വരുമ്പോൾ വാട്ട് ആർ ദ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഇൻവെസ്റ്റിഗേഷൻ യു ഷുഡ് ലുക്ക് ഫോർ ദി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഓക്കെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നമ്മൾ നോക്കുക ഫസ്റ്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസിൽ ഫസ്റ്റ് നമ്മൾ USG നോക്കുക അപ്പൊ USGയിൽ നമ്മൾ USG അബ്ഡമൻ USG പെൽവിസ് നോക്കുക ദെൻ KUB അതായത് KUB ഏരിയ അത് നമ്മൾ നോക്കുക ഓക്കെ ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ആൻഡ് ദിസ് ഈസ് മെയിൻലി ടു ഫൈൻഡ് ഔട്ട് എനി അനോമലീസ് ഓഫ് ദ ജെനറ്റോ യൂറിനറി സിസ്റ്റം അതായത് നമ്മുടെ ജെനറ്റോ യൂറിനറി സിസ്റ്റത്തിൽ എന്തെങ്കിലും അനോമലീസ് ഉണ്ടായെന്ന് അറിയാനായിട്ടാണ് ആൻഡ് യൂട്രസ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് യൂട്രസ് ആൻഡ് ഹെമറ്റോകോൾപ്പസ് ഹെമറ്റോമെട്ര ഹെമറ്റോസാൽപിൻസ് ഓക്കെ എൻ്റെ ഓവറീസിലാണെങ്കിൽ സ്ട്രീക്ക് ഓവറീസ് പ്രൈമറി ഓവിയറിയൻ ഫെയിലിയർ ഉണ്ടോ ഇതൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ USG എടുക്കുന്നത് സോ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഈസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഏതാണ് അൾട്രാസോണോഗ്രഫിയിൽ തന്നെ നമ്മൾ മെയിൻലി അബ്ഡമൻ പെൽവിസ് ആൻഡ് KUB ഏരിയ ടു ഫൈൻഡ് ഔട്ട് ദ അനോമലീസ് ഓഫ് ദ ജെനറ്റോ യൂറിനറി സിസ്റ്റം അപ്പോൾ യൂട്രസിന്റെ നമ്മൾ എടുക്കുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് യൂട്രസ് ഉണ്ടോ ഇല്ലെന്ന് ആദ്യം അറിയണം പിന്നെ ഹെമറ്റോകോൾപ്പസ് ഹെമറ്റോമെട്ര അറിയാൻ ഓക്കെ ഹെമറ്റോമെട്ര ഉണ്ടോന്നും ഹെമറ്റോസാൽപിൻസ് ഒക്കെയാണ് പിന്നെ ഓവറീസിന്റെ കേസിൽ സ്ട്രീക്ക് ഓവറീസ് ഉണ്ടോ അല്ലെങ്കിൽ പ്രൈമറി ഓവിയറിയൻ ഫെയിലിയർ പിന്നെ നമ്മൾ സെറം FSH LS പ്രൊലാക്റ്റിൻ നോക്കും തൈറോയ്ഡ് പ്രൊഫൈൽ നോക്കും ടെസ്റ്റോസ്റ്റെറോൺ DHEAS നോക്കും 17 ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ കാരിയോടൈപ്പിംഗ് ഓക്കെ കാരിയോടൈപ്പിംഗ് നോക്കും പിന്നെ നമ്മൾ എക്സ്റേ സ്കള്ള് നോക്കും അത് മെയിൻലി ലാറ്ററൽ വ്യൂ ഓഫ് സെല്ലാ ടഴ്സിക്കയാണ് നമ്മൾ നോക്കുന്നത് പിന്നെ CT MRI ബ്രെയിൻ ഓക്കെ ഇപ്പോൾ ദീസ് ആർ ദ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് വിച്ച് ആർ ഡൺ പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം എന്തിനൊക്കെ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് ഓരോന്നിന്റെയും കോസസ് അതായത് പ്രൈമറി അമനോറിയ നമ്മൾ പറഞ്ഞു പ്രൈമറി അമനോറിയ വിത്ത് പ്യൂബർട്ടി അതായത് ഡിലേഡ് പ്യൂബർട്ടി ഉണ്ട് വിത്ത് നോർമൽ പ്യൂബർട്ടി ഉണ്ട് അപ്പൊ അതിന്റെ നമ്മൾ പറഞ്ഞു ഡിലേഡ് പ്യൂബർട്ടിയിലെ റീസൺസ് നമ്മൾ പറഞ്ഞു അല്ലേ ഡിലേഡ് പ്യൂബർട്ടിയിലെ റീസൺസിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഹൈപ്പർ ഗൊണാഡോട്രോഫിക് ഹൈപ്പോഗൊണാഡിസം ഉണ്ട് ഹൈപ്പോ ഗൊണാഡോട്രോഫിക് ഹൈപ്പർ ഗൊണാഡിസം ഉണ്ട് അപ്പൊ ഹൈപ്പോഗൊണാഡോട്രോഫിക് ഹൈപ്പോഗൊണാഡോട്രോഫിക് ഹൈപ്പോഗൊണാഡിസത്തിൽ മെയിൻലി എന്താണ് CNSലുള്ള എന്തെങ്കിലും ട്യൂമേഴ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ പിറ്റ്യൂട്ടറി നമ്മൾ ഓരോ കുറച്ച് സിൻഡ്രോംസും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ അവിടെ ബ്രെയിൻ ട്യൂമേഴ്സ് ഒക്കെ പറഞ്ഞു അപ്പൊ അവിടെ ആ കേസസിലാണ് നമ്മൾ മറ്റേ മെയിൻലി CT MRI ബ്രെയിൻ ഒക്കെ നമ്മൾ എടുത്ത് നോക്കുന്നത് അല്ലേ പിന്നെ FSH ഉം LH നമ്മൾ മെയിൻ ആയിട്ട് പ്രൈമറി അമനോറിയ ഒരു കണ്ടീഷനിൽ നമ്മൾ FSH ഉം LH നമ്മൾ നോക്കിയിരിക്കണം പിന്നെ പ്രൊലാക്ടിനീമിയ ഹൈപ്പർ പ്രൊലാക്ടിനിമിയ കണ്ടീഷൻ ഉണ്ടാകുന്ന അറിയാനായിട്ടാണ് നമ്മൾ പ്രൊലാക്ടിൻ നോക്കുന്നത് കാരണം ഹൈപ്പർ പ്രൊലാക്ടിനിമിയ ഇറ്റ് ഈസ് എ റീസൺ ആണ് അതൊരു റീസൺ ആണ് ഫോർ ദിസ് ഈ നമ്മൾ മറ്റേ കോസസ് ഓഫ് ഹൈപ്പോഗൊണാഡോട്രോഫിക് ഹൈപ്പോഗൊണാഡിസത്തിൽ പഠിക്കുന്നതാണ് ഹൈപ്പർ പ്രൊലാക്ടിനിമിയ പിന്നെ കഞ്ചനൈറ്റൽ ഹൈപ്പോഗൊണാഡോട്രോഫിക് ഹൈപ്പോഗൊണാഡിസം കാണുന്നതാണ് മറ്റേ കാൽമാൻ സിൻഡ്രോം LH FSH ബീറ്റ സബ്യൂണിൻ ജീൻ ഡിഫക്ട്സ് GnRH റിസപ്റ്റർ ജീൻ ഡിഫക്ട്സ് അപ്പൊ ഓരോ ജീൻ ഡിഫക്ട്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട് പിന്നെ നമുക്ക് കാരിയോടൈപ്പിംഗ് ചെയ്യാം കാരിയോടൈപ്പിംഗും കാര്യങ്ങളും ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള അൾട്രാസോണോഗ്രാഫി ചെയ്ത് അപ്പൊ അൾട്രാസോണോഗ്രാഫിയിലാണ് നമുക്ക് അടുത്ത നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് അവിടെ ഞാൻ പറഞ്ഞുതരാം പിന്നെ തൈറോയ്ഡ് പ്രൊഫൈല് തൈറോയ്ഡ് ഹോർമോൺസിന്റെ കാര്യങ്ങൾ അറിയണമല്ലോ